ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളൊക്കെയും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായല്ലോ. സ്വർഗം എല്ലാവരെയും നടത്തുന്ന എല്ലാവിധങ്ങൾക്കുമായി സ്തോത്രം. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തായിത്തീരും? എൻ്റെ ശിഷ്യന്മാരായിത്തീരും. യേശു കർത്താവ് പറഞ്ഞ തിരുവചനം പഠിച്ചു വരുമ്പോൾ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു അതിന് നമ്മൾ പഠിപ്പിക്കുക. എന്നിട്ട് പറയുന്നൊരു ഭാഗമാണ്, എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിൽ വസിക്കാത്ത, മുന്തിരിവള്ളിയിൽ വസിക്കാത്ത കൊമ്പുകളെയൊക്കെ വെട്ടിക്കളയുക. മുന്തിരിവള്ളിയിൽ വസിക്കാത്ത കൊമ്പുകളെ വെട്ടിക്കളയുക മാത്രമല്ല, ഫലം കായ്ക്കാത്തതിനൊക്കെയും തീയിലിട്ട് ചുറ്റുകളയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പം ഫലം കായ്ക്കുന്നതിനെയും ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ കൊമ്പുകളൊക്കെ ഒന്ന് ചെത്തി വെടിപ്പാക്കേണ്ടത് ആവശ്യമാണ്. ചില ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്, ചില ചെത്തിമിനുക്കലുകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് അധിക ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലതിൽ ഫലമുണ്ട്, എന്നാൽ ചിലതിൽ ഫലമില്ല എന്ന് ചോദിച്ചാൽ അതില്ല. എന്നാൽ ഫലം കായ്ക്കണമെങ്കിൽ ആ മുന്തിരിവള്ളിയുടെ കൊമ്പുകളോട് ചേർന്ന് നിന്നുകൊണ്ട്, മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നുകൊണ്ട് ചിലതൊക്കെ ഒന്ന് ചേർന്ന് ചിലത് പ്രാപിക്കണമെങ്കിൽ ചില ചെത്തിമിനുക്കളൊക്കെ ജീവിതത്തിൽ കടന്നു വരുവാണ്ട് അയച്ചിരും. കർത്താവ്, എന്തിനാണ് ഇത്ര ശോധനകൾ ജീവിതത്തിൽ കടന്നു വരുന്നത്? കർത്താവ്, എന്തിനാണ് ഇത്ര പ്രയാസം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്? എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കടന്നു വരുന്നത്? ഞാൻ എന്തുകൊണ്ട് ഈ അവസ്ഥകൾ കൂടെ കടന്നു പോകുന്നുവെന്ന് ഒരു 100 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാൻ, ദൈവത്തോട് ചോദിക്കുവാൻ കാണും. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യം, ചില ചെത്തിമിനുക്കലുകൾ നിൻ്റെ ജീവിതത്തിൽ തരുന്നത് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ചില ചെത്തിമിനുക്കലുകൾ ജീവിതത്തിൽ കടന്നത് അധിക ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. അധിക ഫലം കായ്ച്ചെങ്കിൽ മാത്രമേ, ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ കായ്ച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനിടയായി തീരുകയുള്ളൂ. മറ്റുള്ളവർക്ക് അതൊരു നന്മയായി തീരുവാൻ ഇടയായി തീരുകയുള്ളൂ. ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇതൊക്കെയും ആത്മാവിൻ്റെ ഫലങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ആത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേർന്ന്, ക്രിസ്തുവിനോട് അടുത്ത്, ആ ക്രിസ്തുവിൽ നിന്ന് ചിലത് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ആത്മാവിൻ്റെ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരുവാനിടയായി തീരുകയുള്ളൂ. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു വാക്കിയതാണ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയല്ല, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യനായി തീരണമെങ്കിൽ, കർത്താവിൻ്റെ ശിഷ്യത്വം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന്, നമ്മളിൽ നിന്ന് ഫലം പുറത്ത് വരുവാനിടയായി തീരണം. എന്നെ ശ്രമിക്കുന്ന ദൈവവിധലേ, നിന്നിൽ നിന്ന് ഫലം പുറത്തു വന്നില്ല എങ്കിൽ നീ ദൈവിക ശിഷ്യനായി തീരുന്നില്ല. അതുമാത്രമല്ല, ദൈവത്തിൽ നിന്ന്, നിന്നിൽ നിന്ന് അനവധിയാകുന്ന ഫലം പുറത്തു വരുന്നില്ല എങ്കിൽ ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ സാധിക്കത്തില്ല. ചില ചെത്തിമിനുക്കലുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പിറുപിറുക്കാതെ ദൈവത്തിൽ നിന്ന് ഫലം കായ്പാൻ കർത്താവിനെ ഒരുക്കുന്നതെന്ന് മനസ്സിൽ ധ്യാനിച്ച് ദൈവത്തിൽ ചേർന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളായിരിക്കുന്നവർ നിങ്ങളുടെ കരങ്ങൾ വേദനയുള്ള ഭാഗത്ത് വെക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായ സ്തോത്രം. കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ സ്വർഗമിടയായി തീരണമേ. കർത്താവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ നടക്കുവാൻ കർത്താവെ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സൗഖ്യം കർത്താവ് കൽപ്പിക്കണം. വലിയ അത്ഭുതം ദൈവം ചെയ്യണം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു സുദിനം എല്ലാവർക്കും ആശംസിക്കുന്നു.